വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനും വാഗ്മിയും ഗ്രന്ഥകാരനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 10 കൽപ്പനകളുടെ അവസാനത്തെ കൽപ്പനയിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലെ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്നതിനെ കുറിച്ച് വിശദീകരിച്ചു. ഇവിടെ അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. രണ്ടും ആസക്തിയെക്കുറിച്ചാണ്. മറ്റത് ജഡത്തെ സംബന്ധിച്ചാണെങ്കിലും ഇത് ആസക്തി, പൊതുവായിട്ടുള്ള മനുഷ്യൻ്റെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൈക്കലാക്കണമെന്നുള്ളൊരു ആഗ്രഹത്തെക്കുറിച്ച്. എല്ലാ കൽപ്പനകളുടെയും സംഗ്രഹമായിട്ടാണ് ഈ 9ഉം 10ഉം കൽപ്പനകൾ വരുന്നതെന്ന് തോന്നുന്നു. മുൻപ് പറഞ്ഞാൽ എല്ലാ കൽപ്പനകൾക്കും ഒരു മോഹത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അത് മറ്റുള്ള കൽപ്പനകളിലേക്ക് നയിക്കും എന്നുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് അതിമോഹം വേണ്ട, നീ ശരീരം കൊണ്ട് അധ്വാനിച്ച് തൃപ്തി അടയുക എന്നുള്ള ഒരു കൽപ്പനയാണെന്ന് തോന്നുന്നു. ഒന്ന് ഈ 10ാം കൽപ്പനയെ ഒന്ന് വിശദീകരിക്കാം. സാറ് പറഞ്ഞതുപോലെ ഈ 9ഉം 10ഉം കൽപ്പനകൾ വളരെ തമ്മിൽ ബന്ധമുള്ള കാര്യമാണ്. ഒന്ന്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് മനസ്സിലാക്കിയിരുന്നു. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഭവനത്തെ, ഭാര്യയെ, പിന്നെ അവിടുത്തെ ദാസന്മാരെ, ദാസിമാരെ, ജീവനക്കാരെ, മൃഗങ്ങൾ, ഇങ്ങനെ എല്ലാത്തിനും അവരെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അന്ന് കൂടുതലും അതിൽ ആ മനുഷ്യ വ്യക്തിയെ, ആ തലങ്ങളിലുള്ളവരെ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മൾ സംസാരിച്ചതെങ്കിൽ ഈ 10ാമത്തെ ഇതിൽ അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന് പറയുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട് നമ്മൾ വിയർപ്പൊഴുക്കി നമ്മൾ അധ്വാനിച്ച് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള ഒരു വിഷയത്തിലേക്ക് വരുന്നു. ഈ രണ്ടിലും ഈ അവരെ ബന്ധിപ്പിക്കുന്ന കാര്യം സാറ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ ആസക്തിയെക്കുറിച്ച് തന്നെയാണ്. ഞാൻ ആസക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ വാക്ക് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ഈ അടുത്ത കാലിൽ വായിച്ച ഒരു ചെറിയ കവിത, സുകുമാർ അരിക്കുഴ എന്ന് പറയുന്ന ഒരു ഏതാണ്ട് എൻ്റെയൊക്കെ പ്രായമുള്ള ഒരു മനുഷ്യനെ, ഞങ്ങളും ചിലപ്പോൾ ഇച്ചിരി പ്രായം കാണും. സുകുമാർ അരിക്കുഴ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഈ പെരുമ്പാവൂരപ്പുറം കഴിഞ്ഞ് കോതമംഗലം ആ സൈഡിലേക്ക് നീങ്ങുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ഞങ്ങൾ പല വേദികളിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ പൊതുവെ വായിച്ച് നോക്കാറുണ്ട്, അദ്ദേഹം തരാറുമുണ്ട്. അതിൽ ഒരു മനോഹരമായ ചെറിയ 4 വരിയുണ്ട്. ആർത്തിയില്ലായ്മയും ദ്വേഷമില്ലായ്മയും ആധ്യാത്മികത്വത്തിൻ്റെ ആദ്യ ചുവടുകൾ. വളരെ അർത്ഥവത്തായിട്ടാണ്. നമ്മൾ ഈ ആത്മീയ ജീവിതത്തിൽ കുറച്ചൊക്കെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആസക്തി, വിദ്വേഷം, ഇത് രണ്ടും വളരെ മൂലമായ പാപങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ കർത്താവ് അന്ന് ആ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലം കൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ ഭാര്യയെ മോഹിക്കരുത് അല്ലെങ്കിൽ വസ്തുക്കളെ ആഗ്രഹിക്കരുത് എന്നൊക്കെയുള്ള കൽപ്പനകൾ പഴയ നിയമത്തിലെ ആൾ സാധൂകരിച്ചത്. ഇന്നിപ്പോൾ അത് കർത്താവ് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന് പുതിയൊരു മോഡൽ വരുമ്പോൾ അതിൽ ആസക്തിയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണേ. ആസക്തി തന്നെയാണ് നല്ല വാക്ക്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ആർത്തിയില്ലായ്മയും ദ്വേഷമില്ലായ്മയും ആധ്യാത്മികത്വത്തിൻ്റെ ആദ്യ ചുവടുകൾ. ഈ ആത്മീയമായി വളരുന്ന ആൾക്ക് ആദ്യമേ തന്നെ അയാൾ കളയേണ്ട കാര്യം ഇത് രണ്ടുമാണ്. എന്നിട്ട് പറയണം, ഈ 2 പടികളും താണ്ടാത്ത മർത്യർക്ക് ദുഃഖഭാരം ചുമന്നെന്നും നടന്നിടാം. മനസ്സ് ഭാരമില്ലാത്തതായിട്ട് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ, ലെസ് ലഗേജോടുകൂടെ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ ഈ 2 സാധനവും മാറ്റിക്കളഞ്ഞാൽ മതി. ഈ 2 പടികളും താണ്ടി കടന്ന് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരാത്മാവിന് മാത്രമേ ദുഃഖഭാരമില്ലാതെ സന്തോഷമുള്ള ഒരു ഹൃദയമുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ അവസാനത്തെ 2 പ്രമാണങ്ങളിലും വരുന്നത് ഈ ആസക്തിയെ നിയന്ത്രിക്കുക. ആ ഭാരം, ആസക്തി പോയാൽ നമുക്ക് ഇച്ഛകൾ നഷ്ടമാകും. അതാണല്ലോ ബുദ്ധം പറയണത്. ആസക്തികൾ പോയാൽ, ഇച്ഛകൾ പോയാൽ പിന്നെ ദുഃഖമില്ല. അപ്പോൾ
ഇവിടെ പക്ഷെ ഇതിൽ നമ്മൾ പറയണ ഈ അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ കിടക്കണ അടുത്ത പറമ്പിൽ കിടക്കണ തേങ്ങ വെക്കരുത്, അവൻ്റെ സ്ഥലം പിടിച്ചു വാങ്ങരുത്, വഴി പ്രശ്നത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ, അല്ലെങ്കിൽ ആ വഴിക്ക് നിൽക്കണ ഈട്ടി മരം നമ്മുടേതാക്കരുത്, വേലി മാറ്റി കെട്ടി, ആ ഒരു കാലഘട്ടമൊന്നും അല്ല ഇന്ന്. അത് വല്ല ഗ്രാമങ്ങളിലും എല്ലായിടത്തും ഉണ്ടാവും. ഇന്ന് അന്യൻ്റെ വസ്തുക്കൾ കൈക്കലാക്കുന്നതിന് പുതിയ പുതിയ ഭാഷ്യങ്ങളുണ്ട്, പുതിയ തരം പാപങ്ങളുണ്ട്. നമ്മൾ പാപങ്ങളെ ഒന്ന് റിന്യൂ ചെയ്യണം. ഭൗതികമായ പുതിയ പുതിയ സാധനങ്ങൾ വന്നു. മോഷണം പല രീതിയിലാണല്ലോ മോഷണം ഒന്നും നടക്കണേ. കോവിഡ് വന്നപ്പോൾ എന്തെല്ലാം മോഷണങ്ങളായിരുന്നു. നമ്മളൊക്കെ എത്ര ഡോസ് അടിച്ചത്, വാക്സിനൊക്കെ അടിച്ചാൽ പല ആൾക്കാരും ഇപ്പോൾ ശ്വാസകോശ പ്രശ്നമായിട്ടും ഹാർട്ട് അറ്റാക്ക് അടിച്ചിട്ടൊക്കെ പോവുകയാണ്. പലരും ഇല്ല. അപ്പോൾ ചില എല്ലാ കമ്പനികളും അല്ല ഞാൻ പറയണേ, അതിൽ ഏതോ ചില വിഭാഗക്കാരെ ഉണ്ടാക്കിയെടുത്ത മരുന്നുകൾ, അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള അതിൻ്റെ കഴിവിൽ വളരെ സംശയാസ്പദമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായി. അത് കൊണ്ട് തന്നെ പല അസുഖങ്ങളും പിന്നീട് രൂക്ഷമായതായിട്ട് നമ്മൾ കേട്ടു. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ഉള്ള ചില വാക്സിനുകൾ ഉണ്ടാക്കിയെടുത്തത് വിറ്റ് തീർക്കാൻ വേണ്ടി ഓരോ പുതിയ തത്വങ്ങളൊക്കെ പറഞ്ഞ ആളുകളെ കൊണ്ട് അത് മേടിപ്പിച്ചു. മോഷണമല്ലേ ഇത്? ബോധപൂർവമാണെങ്കിൽ തീർച്ചയായിട്ടും മോഷണമാണ്. അതുപോലെ നമ്മൾ ചില സ്ഥലത്ത് ചില ആശുപത്രികളിൽ ചെല്ലുമ്പോൾ രോഗികൾ പറയണത് എന്തെങ്കിലും പറഞ്ഞാണ്ട് ചെന്ന് കഴിഞ്ഞാൽ MRI എടുത്തോ, MRIയുടെ CT സ്കാനിൻ്റെയും താഴെ കേസ് കിട്ടില്ല. അതേസമയം ഞാൻ ഇന്നും നമ്മുടെ പരമ്പരാഗതമായ പല ആശുപത്രികളിൽ ഇവിടെ സ്റ്റുഡൻസിനെയൊക്കെ വിടുമ്പോൾ, അങ്കമാലിയിൽ രാജു പോളുണ്ട്, ആള് ജനറൽ ഫിസിഷ്യനാണ് അവിടുത്തെ. പക്ഷെ അദ്ദേഹം ഒന്നും ഒരിക്കലും ആദ്യമേ ചെന്ന് തന്നെ ഇതെടുക്കുന്നൊന്നും പറയില്ല. വളരെ കുറച്ച് മരുന്ന് എഴുതുള്ളൂ. ആലുവയിൽ ഒരു ഹൈദരാലി ഡോക്ടറുണ്ട്. ഞാൻ അവിടെ വളരെ ചെറിയ കേസൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് വിടും. വലിയ ഇപ്പോൾ കിടന്ന വല്ലാണെങ്കിൽ അങ്കമാലിക്ക് രാജു പോളിൻ്റെ അടുത്തേക്ക് വിടുള്ളൂ, ഒന്ന് ഡയഗ്നോസിസ് ആവശ്യമുണ്ടെങ്കിൽ. ഈ ഹൈദരാലി ഡോക്ടറുടെ അവിടെ ആകെ 100-150 രൂപേനെ ചാർജേ ഉള്ളൂ. എത്ര മരുന്ന് മേടിച്ചാലും 400-500 താഴെ 200-300 ഒക്കെ അവിടുത്തെ തീരും. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ ഒരു MRI എടുക്കുക. സെൻറ്റ് ജെയിംസിൽ ഇപ്പോൾ നമ്മൾ ചാലക്കുടി സെൻറ്റ് ജെയിംസിൽ നിന്ന് കഴിഞ്ഞാൽ പ്രസാദ് വർഗി സാറ് ഒരിക്കലും MRI പറയില്ല. ജമ്മുണ്ടെങ്കിൽ പുള്ളി വെറുതെ പിടിച്ചു നോക്കിയിട്ട് ഞാൻ തന്നെ അടുത്ത് 1-2 അച്ഛന്മാരെ കൊണ്ടുപോയി. അത് MRI ഒന്നും എടുക്കണ്ട അച്ഛാ. നമ്മൾ എന്നിട്ട് ഡോക്ടറോട് പറയണം, ഡോക്ടർക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുറേ അങ്ങോട്ട് പറയുകയാണ്. ഇത് കാര്യമായ പ്രശ്നമാണ്, നമ്മൾ ഇയാളെ കിടത്താൻ വേണ്ടി പോയിട്ടുള്ളത്, എങ്ങനെയെങ്കിലും ഇയാളവിടെ കിടത്തണം. ആൾ പറഞ്ഞത് അതല്ല അച്ഛാ, അങ്ങനത്തെ ഒന്നും വിഷയങ്ങളില്ല, വെറുതെ എന്തിനാ MRI എടുത്തിട്ട് പൈസ കളയണേ. ഞാൻ പറഞ്ഞേ, ഈ ഒരു ചില ഡോക്ടർമാർ സത്യസന്ധരായിട്ട് ചെയ്യുന്നവരുണ്ട്, വേറെല്ലോടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ MRI ആണ്. അതിൽ കുറഞ്ഞ സാധനമില്ല. അന്യന്റെ വസ്തുക്കൾ മോഷണം, നല്ല വാക്കെന്ന് പറഞ്ഞാൽ മോഷണമാണ്. പിടിച്ചുപറി, ആ വാക്കൊക്കെ പറഞ്ഞാൽ അതിനെ സ്റ്റാൻഡേർഡ് വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. മോഷണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത്തിരി സ്റ്റാൻഡേർഡ് കൂടില്ല. പിടിച്ചുപറി എന്നാണ് നമ്മൾ കൃത്യം പറയണം. അതുപോലെയാണ് ടാക്സ് വെട്ടിക്കുന്നതും. നമ്മൾ ടാക്സ് അടയ്ക്കാണ്ട് പൈസ മറിക്കുക. അപ്പോൾ ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസ കിട്ടണില്ല. ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസ കിട്ടിയില്ലെങ്കിൽ പൊതു ഖജനാവിൽ പൈസ കുറയും. പൊതു ഖജനാവിൽ പൈസ കുറഞ്ഞാൽ റോഡ് നന്നാവില്ല. ഞാൻ പറഞ്ഞ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളെ ഒരു മനസാക്ഷി നമുക്ക് വേണ്ടേ, അത് എന്നുള്ളത് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്ന സാധനമാണ് ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ എത്രയാണ്. ഇപ്പോൾ ഈ ഇന്നലെയൊക്കെ കണ്ട വാട്സപ്പിൽ ഞാൻ കണ്ടത്, ഓരോ സാധനത്തിന് തമിഴ്നാട്ടിലെ അവിടെ ഇവിടെയൊക്കെ അവർ വേറെ 50 രൂപ കൊടുത്ത് മേടിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി ഇവിടെ വന്ന് 250 രൂപയായി. പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ സാധനം. ഈ പച്ചക്കറികൾ, കോഴി 250 എന്നാണ് പറയണേ. ആടൊക്കെ ഇങ്ങനെ കയറിപ്പോയി വളരെയധികം. നമ്മളിപ്പോൾ അതൊന്നും കഴിക്കുന്ന ആൾക്കാരല്ല, പക്ഷെ ഈ റേഡിയോയിൽ ഇങ്ങനെ പറഞ്ഞേക്കാം. അപ്പോൾ എല്ലാ സാധനങ്ങളും കുറച്ച്, ഇപ്പം ഇന്നാൾ കണ്ടില്ലേ ഏലത്തിന് ദൗർലഭ്യം ഉണ്ടെന്ന് കാണുമ്പോൾ എല്ലാവരും പൂത്തിവെച്ചു. പൂഴ്ത്തിവെപ്പ് എന്ന് പറഞ്ഞൊരു പാപമൊക്കെ ഇല്ലേ, അതൊക്കെ കയറേണ്ടത് ഇവിടെയാണ്. അന്യൻ്റെ വസ്തുക്കൾ, അന്യനെ സാധാ വിലയ്ക്ക് കിട്ടേണ്ട ഏലക്കായ, കാപ്പി, ഇങ്ങനത്തെയുള്ള സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് വില കൂടുമ്പോൾ 1500, 2000, 2500 വരുമ്പോൾ അവനെ മാർക്കറ്റിൽ ഇറക്കുക. അപ്പോൾ കിട്ടാനുമില്ല. ആ നേരത്ത് പാവങ്ങൾ വീണ്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കൊള്ളകൾ, വിലക്കയറ്റം ബോധപൂർവം ഉണ്ടാക്കുക, അതുപോലെ സാധനങ്ങൾക്ക് ദൗർലഭ്യം ഉണ്ടാക്കാൻ വേണ്ടി പൂഴ്ത്തി വയ്ക്കുക, ഇതൊക്കെ ഏതിൽ പെടും?
10-ാം പ്രമാണത്തിൽ. 10-ാം പ്രമാണത്തിൽ പെടും. ഇതിൽ ഈ അസൂയ ഈ പ്രമാണമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്നതായിട്ട് ഈ മതബോധനം പറയുന്നുണ്ട്. അസൂയ ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് കാണുന്നതാണ്. അസൂയയാണ് പരിശുദ്ധാത്മാനെതിരായിട്ടുള്ള പാപമായിട്ട് വരുന്നതാണ്. അത് ഈ 10-ാം പ്രമാണമായിട്ട് ബന്ധപ്പെട്ട്, അതായത് 10-ാം പ്രമാണത്തിൽ പറയുന്നത് അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്നാണ്. അപ്പം നമുക്ക് പൊതുവേ അന്യന് എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പറയേണ്ടത്, സന്തോഷം വരില്ല പൊതുവേ മനുഷ്യൻ. അല്ലെങ്കിൽ ആൾ അത്രയും വിശുദ്ധനായ, ഇപ്പോൾ നമ്മൾ 2 വീട്ടുകാർ ഒരുമിച്ച് താമസിക്കുന്നു, 2 ചേട്ടനനിയന്മാർ താമസിക്കുന്നു, ഒരാൾ 5 സെൻറ്റിൽ മറ്റാൾ 5 സെൻറ്റിൽ താമസിക്കുന്നു. 2 പേരുടെ മക്കൾ പഠിച്ചു വന്നു. ഒരു വീട്ടിലെ മോന് അല്ലെങ്കിൽ മോള് ഇച്ചിരി നന്നായിട്ട് പഠിച്ചു, അവള് പെട്ടെന്ന് +2 കഴിഞ്ഞ് നല്ല മാർക്കുണ്ടായിരുന്നു, ജർമ്മൻ പഠിച്ചു, B2 പാസ്സായി, അവളവിടേക്ക് പോയി, ജർമ്മനിയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ശമ്പളം. അവൾ നേഴ്സിങ് കഴിഞ്ഞ അടിപൊളിയായിട്ട് നമ്മൾ ഇവിടെയുള്ളവൾ പഠിച്ചിട്ട് അവിടേക്കൊന്നും എത്തിയില്ല. ഇങ്ങനെ ടൈപ്പിംഗ് ഒക്കെ പഠിച്ചു, അല്ലെങ്കിൽ ചിലയിടത്ത് 15,000 രൂപ മേടിക്കുമ്പോൾ അവളിത്തിന്. അപ്പോൾ ആകുമ്പോൾ അവരോ വീട് മാറ്റി വേറെ സ്ഥലം മേടിച്ചു, അടിപൊളി വീട്, 2 നില വലിയ വീട്ടിലേക്ക് കല്യാണം. അപ്പോൾ എങ്ങനെ സന്തോഷിക്കുന്നത്? സന്തോഷിക്കേണ്ടതാണ് ദൈവം അവർക്ക് എന്നാണ് കത്തോലിക്ക മതബോധനം പറയണത്. പക്ഷെ നമ്മുടെ സാധാരണ മനുഷ്യനെ അസൂയ ഉണ്ടാവുള്ളൂ. കാരണം അതൊരു മനഃശാസ്ത്രപരമായ കാര്യം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഉണ്ടാകും. പക്ഷെ ആ സ്വഭാവത്തെ, മനുഷ്യൻ്റെ പരിമിതിയെ മറികടക്കണം എന്നാണ് 10-ാം പ്രമാണം പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാ അവൾക്ക് കിട്ടിയില്ലോ, പഠിച്ചിട്ടാണല്ലോ, ബുദ്ധി ഉണ്ടായിട്ടാണല്ലോ, അപ്പോൾ അവൾക്ക് അവർ നന്നാവട്ടെ, അവർ നന്നാവുമ്പോൾ നമുക്ക് നന്നാവും, അതിൻ്റെ ഒരു അംശം നമുക്കും ചിലപ്പോൾ വരും ഈ നാടിന് എന്നൊക്കെ കാണാനുള്ളൊരു മനസ്സോടുകൂടെ നമ്മൾ മാറുകയാണെങ്കിൽ അവർ അസൂയ നമുക്ക് അവർക്ക് ഉപദ്രവം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു പിന്നെ നമ്മുടെ കഴിവ് ഏത് രംഗത്താണെന്ന് നോക്കിയിട്ട് നമ്മൾ ആ വഴിക്ക് പ്രവർത്തിക്കണം. ഇപ്പം നമ്മളൊരാൾ, ഇത് വ്യക്തികൾക്ക് മാത്രമല്ല, കൂടുതൽ കമ്പയർ ചെയ്യാതിരിക്കുന്നവർക്കാണ് ഈ അസൂയക്കുള്ള സാധ്യത കൂടുതൽ. അതെ, ഞാൻ എന്തായിരിക്കുന്നുവോ അതിൽ സന്തോഷിക്കാനും എനിക്ക് അവർക്ക് പറ്റാത്ത, എനിക്ക് മാത്രം ചെയ്യാവുന്ന ചില കാര്യങ്ങൾ തിരിച്ചറിയാനും വികസിപ്പിക്കാതിരിക്കുക, അതിനുള്ള കഴിവില്ലാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഈ അസൂയ വരുന്നത്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ അസൂയ വലിയ പ്രശ്നം ഉണ്ടാക്കും. വ്യക്തികളുടെ അസൂയ മാത്രമല്ല. ഇപ്പോൾ ഒരു വീട്ടിൽ അങ്ങനെ ഇപ്പോൾ പിന്നെ ഇവര് ചെയ്യണതാണ് അവളുടെ കല്യാണം നടക്കരുത്. അപ്പോൾ അവളെ കുറിച്ച് അവള് 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ജർമ്മനിക്ക് പോയി. ഒരു പ്രാവശ്യം വരുമ്പോൾ ഏതോ ചെറുക്കാനൊക്കെ ഉണ്ടാകും, പിന്നെ വരുമ്പോൾ കണ്ടില്ല കേട്ടോ അവനെ. ഇങ്ങനെയുള്ളൊരു ചെറിയ സാധനം വിട്ടു കൊടുക്കും. അപ്പോൾ അവളുടെ കല്യാണം മുടങ്ങി ഇട്ടും നമുക്ക് സന്തോഷമായി. അപ്പോൾ ഈ വക പരിപാടികൾ മാത്രമല്ല നടക്കണേ, സമൂഹങ്ങൾ തമ്മിൽ ഇത് തന്നെയാണ് നടക്കണേ. ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ ഇവിടെയുള്ള ഒരു സമൂഹത്തിന്, ഒരു മതസമൂഹമാകാം, അല്ലെങ്കിൽ ഒരു ജാതി സമൂഹമാകാം, ആ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ കുറച്ച് പേർക്ക് കൂടുതൽ പൈസ ഉണ്ടായി, ഒരു വലിയ വീട് വെച്ചു, സ്ഥലം മേടിച്ചു, മക്കളെയൊക്കെ പഠിപ്പിക്കണം, അങ്ങനെ കയറി പോകുമ്പോൾ മറ്റു സമൂഹത്തിന് എന്തുണ്ടാവും? ഒരു ഭയവും ഒരു അസൂയയും വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ തോന്നുന്ന ആൾക്കാരെ ആരാണെങ്കിലും ചെയ്യേണ്ടത് എന്താണ്? അവനെങ്ങനെയാണ് വളർന്നത്, അവൻ വളർന്നതിൻ്റെ നല്ല വഴികൾ നോക്കി അത് അനുകരിച്ച് പഠിച്ച് നമ്മളും അതുപോലെ വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അസൂയ ആ അർത്ഥത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ഇല്ലായ്മയുടെ അഭാവം, നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഭയവും ഒരു ആകുലതയൊക്കെ നികത്താൻ ശ്രമിക്കണം. അത് നികത്തി അത് വളരെ ഒരു പോസിറ്റീവായിട്ട് എടുക്കണം. അതാണ് ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക്, ഇപ്പോൾ നമ്മൾ ചില ക്ലാസ്സിലൊക്കെ അങ്ങനെ തന്നെയല്ലേ, ഒരുത്തന് ഫസ്റ്റ് റാങ്ക് കിട്ടി, അപ്പോൾ അടുത്തൊക്കെ ഇവനും ഞാനൊക്കെ ഒരേപോലെ ആയിരുന്നല്ലോ, ഇവനെങ്ങനെ ഫസ്റ്റ് റാങ്ക് കിട്ടി, അപ്പോൾ എനിക്കും പഠിക്കണം, കൂടുതൽ വാശിയിൽ പഠിക്കണം. അപ്പോൾ 2 കൂട്ടർ അതുപോലെ നന്മ ചെയ്യുന്നതിലും അവൻ നന്മ ചെയ്യണോ, നീ എന്തിനാ അസൂയപ്പെടണേ, നിനക്കും ഈ സാധ്യത നിൻ്റെ വ്യക്തിത്വത്തിലില്ലേ, നീ അത് ഉപയോഗിക്കുകയെ. അപ്പോൾ പിന്നെ നമ്മൾ ഇവൻ്റെ പെക്കെട്ട് കയറാൻ പോവില്ല. ഇന്ന് സംഭവിക്കണേ കമ്മ്യൂണലിസം, വർഗീയത നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലത്തും ഇന്ത്യ പോലെയുള്ള സ്ഥലത്തും ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുന്നതിൻ്റെ കാരണം ഈ അസൂയ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണു? അവനെ ഒരു സമൂഹം വളരുന്നു, അവനെ എങ്ങനെയെങ്കിലും ഇടിച്ചു താഴ്ത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാണ്ട് ഞാൻ നന്നാവണം എന്നല്ല നോക്കണേ, എനിക്ക് എൻ്റെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവനെ തളർത്താനുള്ള വഴികൾ ചെയ്യാൻ, പിന്നെ അവൻ്റെ മതത്തെ തെറി പറയുക, അവൻ്റെ ദൈവത്തെ തെറി പറയുക. ഇത് ഒരു വലിയ അസൂയ എന്ന് പറഞ്ഞാൽ വലിയ അസൂയ. യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനാ അസൂയപ്പെടുന്നു. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു, എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അസൂയ ചില സമയങ്ങളിൽ വളരെ ഗൗരവമുള്ള പാപങ്ങളിലേക്ക് നയിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ അപകീർത്തിപ്പെടുത്തുക. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ,
നമ്മുടെ മറിമായം സാറ് കാണാറുണ്ടോന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. എനിക്ക് അതിൽ ചില വിറ്റുകളുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ കലിങ്കുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരാൾ ഇങ്ങനെ പറയുവാണ്, എടാ 4-5 പേര് കാരണന്മാർ നമ്മുടെ ആ വീട്ടിലെ മറ്റേ ആൾ ഓടിപ്പോയി. ഉടനെ മറ്റാൾ പറയാം, ശേ എന്തുട്ട് എനിക്കതൊന്നും കേൾക്കണ്ട, എന്തുട്ട് നീ പറയണ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കരുത്, നമ്മളെന്തിനാ അവിടത്തെയാണ്. അല്ല എന്നിട്ട് എന്തുണ്ടായി? ഇവന് ഭയങ്കരമായിട്ട് ഉപദേശിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതായത് മലയാളിയുടെ ശരിക്ക് ഈ അസൂയ വർക്ക് ചെയ്യുന്നതിൻ്റെ വലിയ സദാചാര പ്രഘോഷണം അവനായി നടത്തുന്നത് പുറത്തേക്ക് നീ എന്താ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ, നമ്മൾ അങ്ങനെയൊക്കെയാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കയറി കഴിഞ്ഞിട്ട് അല്ല എന്നിട്ട് എന്തുണ്ടായി? ഈ തരത്തിലുള്ള ഒരു സ്വഭാവമാണ് നമ്മുടെ മലയാളിയുടെ മനസ്സിൽ. ഇതിനോട് കൂടി ചേർന്ന് പോകുന്നേ പൗലോസ്ലിഹയുടെ റോമക്കാർക്ക് ലേഖനത്തിലെ 7:23 പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലെ ഒരു ആന്തരിക സംഘടന നടക്കുന്നുണ്ട്, ശരീരത്തിൻ്റെ ഇച്ഛയും ആത്മാവിൻ്റെ ഇതും തമ്മിൽ. അപ്പോൾ ഈ സംഘട്ടനം എന്ന് പറയുമ്പോഴേ അത് ഈ എല്ലാ മനുഷ്യർക്കും വരുന്നതല്ലേ, അത് ശരീരത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ക്രമമുണ്ട്. അത് വിശുദ്ധ പൗലോസ്ലീഹ വളരെ മനോഹരമായിട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്തു പോകുന്നത്, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു, എൻ്റെ ശരീരത്തിൽ അതിൻ്റെതായൊരു നിയമമുണ്ട്, ആത്മാവിൽ വേറൊരു നിയമമുണ്ട്, ഞാനല്ല എൻ്റെ ശരീരത്തിൽ എന്നൊക്കെ പറയുന്ന ആ സംഘടന, ഈ സംഘടനം ശരിയാണ്. നമ്മുടെ ഉള്ളിൽ നന്മയും തിന്മയും തമ്മിലുള്ള നിരന്തരമായൊരു സമരം നടക്കുന്നുണ്ട്, എല്ലാ നിമിഷവും നടക്കുന്നുണ്ട്. നന്മയ്ക്ക് വേണ്ടി ഞാൻ തീരുമാനിക്കണോ, തിന്മയ്ക്ക് വേണ്ടി തീരുമാനിക്കണോ? അപ്പോൾ അങ്ങനെയുള്ള അതിൽ ഉള്ളൊരു സംഘർഷം പല രീതിയിലുണ്ട്. അതെന്ത്, ഞാൻ എന്തായിരിക്കുന്നുവോ, ഞാൻ എന്തായിത്തീരേണ്ടതുണ്ടോ, ഇത് തമ്മിലുള്ള സംഘർഷം നടക്കുന്നുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ മനോഹരമായിട്ട് അതിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ സെൽഫ്, ഈഗോ എന്ന് പറയുന്നത്, ഈഗോ എന്ന് പറഞ്ഞാൽ അഹംഭാവി എന്നുള്ള അർത്ഥത്തിലല്ല, സെൽഫ്. ഈ ഈഗോ നിൽക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആയിരിക്കുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഞാൻ സമൂഹത്തിലായിത്തീരേണ്ടത്. അപ്പം ഞാൻ ആയിത്തീരേണ്ട ഒരു എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ നല്ലതാണ് മനുഷ്യൻ, എന്നാൽ ഞാൻ ആയിരിക്കുന്നത് അതല്ല. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സെൽഫ് കിടന്ന് ഞെരുങ്ങുകയാണ്. അപ്പോൾ അത് കൂടുമ്പോഴാണ് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയണേ. നമുക്ക് ഞാൻ യഥാർത്ഥത്തിലായിരിക്കുന്ന എൻ്റെ ശരീരവും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സാധ്യതകളും എൻ്റെ കഴിവുകളും എൻ്റെ പരിമിതികളൊക്കെ ഇങ്ങനെയാണ് പോണേ. ആയിത്തീരേണ്ടത് വലിയൊരു സാധനമാണ്. ഇവിടേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെയുള്ള സമരങ്ങളും ഈ സമരത്തിൽ വരാം. അപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള സമരം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഗിരിഗിരി വട്ടയാൽ എന്ന് പറയുന്ന ഒരാൾ മനോഹരമായിട്ട് ഇതൊരു കവിതയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനത് ഉണ്ട് ചെന്നായ്ക്കൾ 2 എണ്ണമെന്നുള്ളിൽ, നല്ലതും ചീത്തതും തമ്മിൽ അടിയാണ് അവരെപ്പോഴും. 2 ചെന്നായ, നല്ലതും തിന്മയും, അവരെപ്പോഴും അടിയാ. ആരു ജയിക്കും ആരു തോൽക്കും അറിയില്ലെനിക്കൊരു നേരവും, നീ ആർക്ക് ഭക്ഷണം കൊടുക്കുന്നുവോ അയാൾ വിജയിക്കും തീർച്ച. അപ്പം അങ്ങനെയുള്ള സംഘർഷങ്ങൾ, ഈ പറയുന്ന സംഘർഷങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യ വ്യക്തിയിലെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്? പരമമായ നന്മ ഏതാണ് എന്ന് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയും ലോക ഹൃദയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റി നമുക്ക് സാധിക്കുന്ന നമ്മുടെ കഴിവിനെ, നമ്മുടെ പരിമിതിയെ ഒക്കെ അംഗീകരിച്ചുകൊണ്ട് നന്മയായത് ഏതാണ്, എനിക്ക് ആത്യന്തികമായിട്ട് സുഖവും സന്തോഷവും സമാധാനവും തരുന്നത് ഏതാണോ അതിനു വേണ്ടി തീരുമാനിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാം നല്ലതാണ് പൗലോസ് പറഞ്ഞതുപോലെ, എന്നാൽ എല്ലാം നമുക്ക് ഒരുപക്ഷെ എല്ലാത്തിലും നന്മയുണ്ടാകാം, പക്ഷെ എല്ലാം നമുക്ക് ആവശ്യകരമായി തീരണമെന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഈ 10ാമത്തെ പ്രമാണത്തിൻ്റെ ഈ ആദ്യ ഭാഗം നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ടത് ഈ അസൂയ ഉണ്ടാക്കും. നമ്മുടെ ഹൃദയത്തിലെ ആസക്തി കൂടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അസൂയ കൂടും. ഈ അസൂയ കൂടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവനെ അപകീർത്തിപ്പെടുത്താനൊക്കെയുള്ള ഒരു വലിയ ത്വര നമുക്ക് വരും. അതാണ് തിന്മയുടെ വടംവലി. അവിടെ നന്മ കൊണ്ട് നമ്മൾ ഈ തിന്മയുടെ ശക്തിയെ തീർച്ചയായിട്ടും പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, അപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പരമമായ നന്മ ഈശ്വരനെ ആണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. അതിനോട് ചേരുന്നൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം.
10 കൽപ്പനകളുടെ അവസാനത്തെ കൽപ്പനയുടെ ആദ്യ ഭാഗത്തെ അച്ഛൻ വിശദീകരിച്ചത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അച്ഛനെ നന്ദി പറയുന്നു. 10ാമത്തെ കൽപ്പനയുടെ ആദ്യ എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നതിലൂടെ അല്ലെങ്കിൽ അസൂയയെ നിയന്ത്രിക്കേണ്ടതിനെ കുറിച്ചെല്ലാം വിശദീകരിച്ചു. ഇത് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.